വൈകുന്നേരത്തെ ചായക്ക് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇഡ്ലി മാവ് ബാക്കിയുള്ള കാര്യം ഓർത്തത്. പിന്നെ ഒന്നും നോക്കിയില്ല, കുഞ്ഞ് ഇഡ്ലി തട്ട് അങ്ങോട്ട് എടുത്തു. ഇത് മക്കൾ പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ എങ്ങനെയെങ്കിലും ഇഡ്ലി കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയ പാത്രമാണ്. കുഞ്ഞു കുഞ്ഞു ഇഡ്ലി കാണുമ്പോൾ വേഗം കഴിച്ചോളല്ലോ. അങ്ങനെ ഇഡ്ലി തട്ടിലേക്കല്ല ഇഡ്ലിയൊക്കെ മാവ് ഒഴിച്ച് നേരെ കുക്കറിലേക്ക് വെച്ചു. ഇത് കുക്കറിലാട്ടോ വെക്കുന്നത്, വിസിൽ ഊരി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളെ കുഞ്ഞ് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതങ്ങനെ കുഞ്ഞു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റുക ആ ഇഡ്ഡലി. എന്നിട്ട് നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേണ്ടത് ഇഡ്ഡലി പൊടിയാണ്. ഇഡ്ഡലി പൊടി ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാട്ടോ. അരി, ഉഴുന്ന്, സാമ്പാർ പരിപ്പ്, കടലപ്പരിപ്പ്, ജീരകം, കുരുമുളക്, വറ്റൽമുളക്, കറിവേപ്പില ഇതൊക്കെ വറുത്തിട്ട് അത് പൊടിക്കണം. അതും ഉപ്പും ചേർത്ത് പൊടിച്ചതാണ് ഈ ഒരു ഇഡ്ലിപ്പൊടി എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റുക. ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പിടാം. ഞാൻ ഉപ്പിട്ടതാണ്, പക്ഷേ ഇഡ്ലിക്ക് കൂടെ ചേർത്തിട്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പിടുന്നുണ്ട്. ആ ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ ആ കുഞ്ഞ് ഇഡ്ലി ഇല്ലേ അതെടുത്ത് വെച്ച ഇഡ്ലി നല്ലപോലെ അതിലേക്ക് ഇട്ടിട്ട് മൊത്തം മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ നല്ലപോലെ കുറച്ച് നേരം ഇളക്കുമ്പോഴേക്കും എല്ലാ ഇഡ്ലിയിലേക്കും നമ്മൾ ഉണ്ടാക്കിയ ഇഡ്ലിപ്പൊടി പറ്റിയിട്ടുണ്ട്. ദേ കണ്ടില്ലേ, എല്ലാം മിക്സ് ആയിട്ടുണ്ട്. കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഇട്ടാൽ മതി. ഇതൊന്ന് കഴിച്ചു നോക്കണം, ഒരു അടിപൊളി ടേസ്റ്റാണ്. വേറെ ഒരു കറി ആവശ്യമില്ല. അപ്പം ഇങ്ങനെ ഒരു ഇഡ്ലിപ്പൊടിയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനുള്ള ഈ ഇഡ്ലി നമുക്ക് കഴിക്കാം. പൊടി ഇഡ്ലി നമുക്ക് വീട്ടിൽ തന്നെ കഴിക്കാം. അങ്ങനെ പൊടി ഇഡ്ലി ഉണ്ടാക്കിയിട്ട് മക്കളെ കണ്ണിൽ പൊടിയിട്ടു. സ്നാക്സ് ഇവിടെ റെഡി.